2026 ജനുവരി മുതൽ തന്നെ ഇറാനെതിരെ യുദ്ധ മുറവിളിയുമായി ട്രംപ് കളം നിറഞ്ഞിരുന്നു. ഇത്രയും ദിവസമായിട്ടും ഇറാനെതിരെ ആക്രമണം നടത്താൻ കഴിയാതെ മൂന്നാമതും ജനീവയിൽ ചർച്ച നടത്താൻ ഒരുങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ്. സർവ സന്നാഹങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അമേരിക്കക്ക് ഇത്രയും അങ്കലാപ്പ് സംഭവിച്ചത്? മാസങ്ങളോളം നീണ്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷവും ഇറാനെ ആക്രമിക്കാൻ അമേരിക്കക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ത്തിന് വേണ്ടി റെഡിയാവുകയും മുറവിളി കൂട്ടുകയും ചെയ്ത അമേരിക്ക എവിടെയാണ് പതറിയത്? അമേരിക്ക ഇറാനെതിരെ സർവ്വസന്നാഹങ്ങളുമായി യുദ്ധത്തിനിറങ്ങിയപ്പോൾ അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ മുഴുവനും തെറ്റിച്ചത്, അമേരിക്കയുടെ എല്ലാ യുദ്ധസന്നാഹങ്ങളെയും ഇത്രയും വൈകിപ്പിച്ചത് ഒരൊറ്റ ടെലിഫോൺ കോളായിരുന്നു. സൗദി അറേബ്യയുടെ ആസ്ഥാനമായ റിയാദിൽ നിന്നും ഒരു ടെലിഫോൺ ഇറാനിലേക്ക് പോകുന്നു. ഇറാൻ പ്രസിഡന്റിനെ വിളിച്ചുകൊണ്ട് മുഹമ്മദ് ബിൻ സൽമാൻ പറയുന്നു, ഇറാനെതിരെയുള്ള ഒരു യുദ്ധത്തിനും ആക്രമണത്തിനും സൗദി അറേബ്യയുടെ ഭൂമി വിട്ടു നൽകില്ല. ഇറാനെതിരെ നടക്കുന്ന ഒരു യുദ്ധത്തിനും തങ്ങളുടെ മണ്ണ് അനുവദിക്കില്ല. ഇറാനെതിരെയുള്ള യുദ്ധത്തിന് തങ്ങളുടെ മണ്ണ് അനുവദിക്കില്ല എന്ന് മുഹമ്മദ് ബിൻ സൽമാൻ പരസ്യമായി പ്രസ്താവിക്കുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തത്തുല്യമായ പ്രസ്താവന നടത്തുന്നു. യുടെ മണ്ണ് ഇറാനെതിരെയുള്ള യുദ്ധത്തിന് ഉപയോഗിക്കാൻ അനുവദിക്കില്ല. അമേരിക്കക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു മുഹമ്മദ് ബിൻ സൽമാൻ നൽകിയത്. ഇതാണ് യഥാർത്ഥത്തിൽ യുദ്ധം ഇത്രയും അധികം വൈകാൻ കാരണം. കടലിൽ നിന്നും ആക്രമിക്കാൻ കഴിവുള്ള മിസൈലുകൾ തൊടുത്തുവിടാൻ കഴിവുള്ള യുദ്ധസന്നാഹങ്ങൾ അമേരിക്കയുടെ കൈവശമുണ്ട്. എബ്രഹാം ലിങ്കൺ, അതുപോലെ ജെറാഡ് ആർഫോർഡ് തുടങ്ങിയ പടക്കപ്പലുകൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുണ്ട്. സൗദി, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും ആക്രമണം നടത്താൻ അനുവദിക്കാത്തത് അമേരിക്കയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് അമേരിക്കൻ സെയിലേഴ്സിന്, ആയിരക്കണക്കിന് പട്ടാളക്കാർക്ക് അവരുടെ സീവേജ് വേസ്റ്റുകൾ, അവരുടെ ടോയ്ലറ്റ് ഫെസിലിറ്റികൾ അത് ഉപയോഗിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ട്. ആ വേസ്റ്റുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന കാര്യത്തിൽ അമേരിക്ക പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. കടലിൽ നിന്ന് നടത്തുന്ന യുദ്ധം ഏറ്റവും ചിലവേറിയതാണ്, ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞതാണ്, ഏറ്റവും അപകടം നിറഞ്ഞതാണ്, അപ്രതീക്ഷിതമായ ചിലവ് വരുന്ന ഒരു കാര്യമാണ്. പുണ്യഭൂമിയായ മക്കയും മദീനയും ഉൾപ്പെടുന്ന സൗദി അറേബ്യ 1945 അമേരിക്കയുമായി ഒരു ധാരണയിലെത്തുന്നു. അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന റൂസ്വെൽറ്റും കിങ് അബ്ദുൽ അസീസും തമ്മിൽ ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടുന്നു. ഓയിൽ ഫോർ US, സെക്യൂരിറ്റി ഫോർ സൗദി. ഇതായിരുന്നു ആ ഡീലിൻ്റെ രത്നച്ചുരുക്കം. സമൃദ്ധമായ എണ്ണ ഉൽപ്പാദനവും അതിൻ്റെ വിതരണവും അമേരിക്കൻ കമ്പനികൾക്ക് നൽകുന്നു. തിരിച്ച് അമേരിക്ക സൗദിക്ക് ആവശ്യമായ സൈനിക സഹായങ്ങൾ നൽകുന്നു, സെക്യൂരിറ്റി നൽകുന്നു. പുണ്യഭൂമിയായ മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളിൽ വിദേശ രാഷ്ട്രത്തിൻ്റെ സൈനിക സാന്നിധ്യം അറബികൾക്കിടയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ശത്രു സൈന്യം സഖ്യകക്ഷിയായി സൗദിയിൽ വിരാജിക്കുന്നത് അറബ് ലോകത്തെയും മുസ്ലിം ലോകത്തെയും ചിന്തിപ്പിക്കുകയും അവർ അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. സൗദിയിലെ അമേരിക്കൻ പട്ടാളത്തിൻ്റെ സാന്നിധ്യത്തിനെതിരെ നിരവധി ഗ്രൂപ്പുകൾ വിപ്ലവവുമായി രംഗത്ത് വന്നിരുന്നു. സൗദിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്ന ഒന്നാണ് അമേരിക്കൻ സൈന്യത്തിൻ്റെ സാന്നിധ്യം. സൗദിയിലെ അമേരിക്കൻ ഇടപെടലിനെതിരെയും പട്ടാള സാന്നിധ്യത്തിനെതിരെയും ശബ്ദിച്ചുകൊണ്ടാണ് ഉസാമ ബിൻ ലാദൻ തൻ്റെ തീവ്ര ഗ്രൂപ്പിന് ആവിർഭാവം നൽകുന്നത്. അമേരിക്കയെ ശത്രു രാജ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഉസാമ ബിൻ ലാദൻ്റെ പോരാട്ടം. സെപ്റ്റംബർ 11 ആക്രമണത്തിന് പിന്നിൽ 15ഓളം സൗദി പൗരന്മാരാണ് നേതൃത്വം നൽകിയത് എന്ന വിവരം സൗദി അറേബ്യയും അമേരിക്കയും ഒരുപോലെ ഞെട്ടിക്കുകയുണ്ടായി. സൗദിയിലെ അമേരിക്കൻ പട്ടാളത്തിൻ്റെ സാന്നിധ്യം അത് ഏറ്റവും വലിയ ബാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട ക്യാമ്പ് ഖത്തറിലേക്ക് മാറ്റുകയായിരുന്നു 2003. 2019 സൗദിയുടെ ഏറ്റവും വലിയ എണ്ണശേഖരം അണയാതെ കത്തുന്നത് ലോകം കാണുകയുണ്ടായി. ഇതോടെ സൗദി ലോകത്തിൻ്റെ മുമ്പിൽ അപമാനിക്കപ്പെട്ടു. ചോദ്യം ഉയർന്നു വന്നു, എവിടെ അമേരിക്കൻ സെക്യൂരിറ്റി, എവിടെ അമേരിക്കൻ പ്രൊട്ടക്ഷൻ?
ഒന്നും ലഭിച്ചില്ല. ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് ആരോപിക്കുകയല്ലാതെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായില്ല. ഇതോടുകൂടി സൗദി മാറി ചിന്തിക്കാൻ തുടങ്ങി. ചൈനയുടെ നേതൃത്വത്തിൽ സൗദിയും ഇറാനും അടുക്കുന്നതാണ് നാം പിന്നെ കാണുന്നത്. ചൈനയുമായി, റഷ്യയുമായി, അതോടൊപ്പം തുർക്കിയുമായി ചില ധാരണകളിൽ ഏർപ്പെടുകയാണിപ്പോൾ സൗദി. 80 വർഷത്തെ സൈനിക സഹകരണ കരാറിൽ നിന്നും സൗദി ഇപ്പോൾ പിന്മാറിയിരിക്കുകയാണ്. 2025 ഗൾഫ് മേഖലയെ ആകെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച മറ്റൊരു സംഭവം നടന്നു. ഇറാനും ഇസ്രായേലും തമ്മിൽ നടന്ന 12 ഡേ വാർ. അതിനിടയിലാണ് ഖത്തറിലെ അമേരിക്കൻ ആസ്ഥാനത്തിന് നേരെ ഇറാൻ ആക്രമണം തൊടുത്തുവിടുന്നത്. ഇസ്രായേലിൻ്റെ താൽപ്പര്യപ്രകാരം അമേരിക്ക നടത്തുന്ന ഇറാൻ യുദ്ധത്തിൽ തങ്ങളുടെ മിഡിൽ ഈസ്റ്റ് ആകെ തകർന്നടിയും എന്ന തിരിച്ചറിവ് അറേബ്യൻ ഭരണകൂടത്തിന് ഉണ്ടായിരിക്കുന്നു. വളരെ വൈകി ഉദിച്ച വിവേകമാണിത്. ഇസ്രായേലിനെ ചൂണ്ടിയായിരുന്നില്ല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ അമേരിക്ക തങ്ങൾക്കൊപ്പം നിർത്തിയത്. ഇറാൻ എന്ന് പറയുന്ന വലിയ ഭീഷണി നിങ്ങൾക്ക് മുമ്പിലുണ്ട് എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റിനെ മുഴുവനും അമേരിക്കൻ പക്ഷത്ത് നിർത്തിയിരുന്നത്. എന്നാൽ അതിൽ ഒരു ഷിഫ്റ്റ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ കടുത്ത സമ്മർദ്ദങ്ങളുണ്ടായിട്ടും യുദ്ധത്തിലേക്ക് പെട്ടെന്ന് പോകാത്തതിൻ്റെ കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഷിഫ്റ്റാണ്, അവരുടെ സമീപനമാണ്.